ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഒരു സേമിയ കസ്റ്റേർഡാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ചാനലിൽ കൂടുതലും ഞാൻ ചെയ്തിട്ടിരിക്കുന്നത് കറികളുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്നോട് ഒത്തിരി ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കുറേ സ്വീറ്റ്സും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഡെസേർട്ടൊക്കെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സൗകര്യം ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സേമിയ കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സേമിയ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. കസ്റ്റേർഡ് സേമിയ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയ ഇട്ട് കൊടുക്കണം. സേമിയ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. കസ്റ്റർഡ് പൗഡർ ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കലക്കി കട്ടയില്ലാതെ എടുക്കണം. അതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. കസ്റ്റർഡ് പൗഡർ കലക്കുമ്പോൾ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാൽ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. പാൽ 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 7 മിനിറ്റ് സേമിയ ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സേമിയ ചേർത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം എല്ലാവരുടെ കയ്യിലും കുങ്കുമപ്പൂ കാണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് പകരമായിട്ട് വാനില എസൻസോ ഒരു നുള്ളു ഏലക്കാപ്പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുങ്കുമപ്പൂ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം. കൂടുതൽ കട്ടയിൽ പോകരുത്, നന്നായിട്ട് കുറുകി വന്നാൽ മതി. കസ്റ്റേർഡ് ഈ കാണുന്ന പാകത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ കുറുകി പോകേണ്ട, കാരണം കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ഇത് വീണ്ടും കട്ടയായിട്ട് വരും. അതുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ തണുക്കാൻ വെക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ കസ്റ്റേർഡ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ സേമിയ കസ്റ്റേർഡ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെച്ചാൽ മതി. ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് 2 ടീസ്പൂൺ കറുത്ത കസ്കസ് അഥവാ സബ്ജ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. സേമിയ തണുക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ സേമിയ കസ്റ്റേർഡ് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമും കശുവണ്ടിയും വൈറ്റ് റൈസിൻസ് ചോപ്പ് ചെയ്തതുമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തൊലിയും കുരുവും കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ ഓറഞ്ചും ആപ്പിൾ കഷ്ണങ്ങളും പഴവും മുന്തിരിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്ക് കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. മാതളം നാരങ്ങയോ മാങ്ങയോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കസ്റ്റേർഡ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇട്ട് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ സേമിയ കസ്റ്റേർഡ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും
കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ചെറിയും കൊണ്ട് ഞാൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മാത്രമൊക്കെ ഉപയോഗിച്ചാൽ മതി. ലാസ്റ്റ് ഞാനൊരു ചെറി വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. താഴെയുള്ള കസ്കസൊക്കെ മുകളിലേക്ക് വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കസ്കസും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.